ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ കുറിച്ചാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് വി ഡി എന്ന് വിളിക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? വി ഡി ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള രീതിയിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് കാരിയേഴ്സിന്റെ ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അത് രണ്ട് വിധത്തിലാണ് നമ്മൾ നടക്കാം. ഓക്കെ, രണ്ട് വിധത്തിൽ നടക്കുമ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. മെയിൻ ആയിട്ട് രണ്ട് മെക്കാനിസം ഓഫ് മൂവ്മെന്റ് ആണ് ഉള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ആണ്, വേറെ ഒന്ന് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇത് മാത്രം പഠിച്ചു വെക്കുക. ബാക്കി ഞാനിപ്പോ പറയാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ മെക്കാനിസം മൊത്തം പറയാം. ഇപ്പൊ നമുക്ക് എന്താണ്, രണ്ട് രീതിയിലാണ് മെക്കാനിസം നടക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ആണ്, വേറെ ഒന്ന് ഡിഫ്യൂഷൻ ആണ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആണ് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തു, അവിടെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഉണ്ടായി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഗ്രേഡിയന്റ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോ വെള്ളമൊക്കെ ഫ്ലോ ചെയ്യണ പോലെ, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള മൂവ്മെന്റിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു വിട്ടുന്നുള്ളൂ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ആ ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? ഇ എന്ന് പറഞ്ഞ ചാർജ് ആണ് വരുന്നത് അവിടെ. ഇ ഡിവൈഡഡ് ബൈ എം സ്റ്റാർ ഇൻറ്റു ടോ. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എന്ന് പറഞ്ഞാൽ അതാണ് ഇലക്ട്രോൺ ചാർജ്. ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ചാർജ് ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നെ എം സ്റ്റാർ ഉണ്ട്. എം സ്റ്റാർ എന്തായിരുന്നു? എഫക്റ്റീവ് മാസ് ആണ്, അത് നമുക്കറിയാം. പിന്നെ ലാസ്റ്റ് വന്നു ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ ടൈം. ഇത്ര ക്ലിയർ അല്ലേ? ഇലക്ട്രോണിന്റെ ചാർജ് ഒക്കെ അറിയില്ല. 1.6 × 10⁻⁻19 കുളമ്പാണ് വരുന്നത്. അപ്പോ ഇത്ര പറഞ്ഞു. ഇപ്പൊ ഇതിൽ നമ്മള് ഇലക്ട്രോൺ ചാർജ് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു, എഫക്റ്റീവ് മാസ് പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് ഒരു സാധനം കൂടി കയറി വന്നിട്ടുണ്ട്, റിലാക്സേഷൻ ടൈം. എന്താണ് റിലാക്സേഷൻ ടൈം? അതായത് നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ കിടന്ന് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതിന്റെ ഒരു തോന്നിയ പോലെ ഇങ്ങനെ ഇങ്ങനെ മൂവ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ. ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ ഇത് മറ്റ് ഇലക്ട്രോൺസ് ആയിട്ട് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ഓക്കെ, മറ്റ് ഇലക്ട്രോൺസ് ആയിട്ട് കൊളൈഡ് ചെയ്യും. അപ്പോ ഒരു കൊളീഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അടുത്ത കൊളീഷൻ, അത് കഴിഞ്ഞിട്ട് അടുത്ത കൊളീഷൻ, ഇങ്ങനെ കൊളീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കൊളീഷന്റെ ഇടയിലുള്ള ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. റിലാക്സേഷൻ ടൈം എന്ന് വെച്ചാൽ എന്താണ്? ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കൊളീഷൻ. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കൊളീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇ ഉണ്ട്, ക്യാപിറ്റൽ ഇ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, എഫക്റ്റീവ് മാസ് ഉണ്ട്, റിലാക്സേഷൻ ടൈം ഉണ്ട്, ടോ ഉണ്ട്. ഇത്ര കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ വി ഡി എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വി ഡി എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഒക്കെ ഫംഗ്ഷൻ ആണ്? വി ഡി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇ എന്ന് പറഞ്ഞാൽ, അത് സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ചാർജ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ അതിനെയല്ല ഡിപ്പെൻഡ് ചെയ്യണത്. ബാക്കി ഡിപ്പെൻഡ് ചെയ്യുന്നത് വേരി ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒന്ന് ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എഫക്റ്റീവ് മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടോയിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ മൂന്ന് ഫാക്ടേഴ്സിനെയാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം എന്താണ്?
ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്, നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോണം. അപ്പൊ നമ്മൾ ഇത് നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇരുന്നിട്ട് നമ്മളിപ്പോ പഠിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണല്ലോ പഠിക്കുന്നത്. ഒന്ന് ആക്ച്വൽ ഗ്രാഫും പിന്നെ അപ്രോക്സിമേറ്റ് ഗ്രാഫും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വൽ കേസാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഞാൻ y ആക്സിസിൽ എന്തെടുത്തു, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഞാൻ y ആക്സിസിൽ എടുത്തു. എക്സ് ആക്സിസിൽ എന്തെടുത്തു, എക്സ് ആക്സിസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും എടുത്തു. അപ്പോ 3 കേസാണ് ഇവിടെ വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് ആദ്യം കുറവായിരുന്നു, സ്മോൾ വാല്യൂ ആണ് നമ്മൾ കൊടുത്തത്. പിന്നെ മീഡിയം വാല്യൂ ആണ് കൊടുത്തത്, പിന്നെ ലാർജർ വാല്യൂ ആണ് കൊടുത്തത്. 3 കേസാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒന്ന് സ്മോളർ വാല്യൂ, മീഡിയം വാല്യൂ, പിന്നെ ലാർജർ വാല്യൂ. ഇങ്ങനെ 3 വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരാന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കുറവാണെങ്കിൽ, സ്മോളർ ആണെങ്കിൽ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും, ഇതേപോലെ അങ്ങ് വരും. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഫസ്റ്റ് കേസ് വരുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം റേഞ്ചിക്ക് വരുമ്പോ അതെന്താവും, സബ് ലീനിയർ ആവും. അതൊന്ന് ചെറുതായി ഇങ്ങനെ കർവ് ആക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ലാർജർ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ലാർജർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മുടെ വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ കൃത്യമായി പറഞ്ഞ 3 ഏരിയ ആണുള്ളത്. ഒന്ന് ഇവിടം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ, പിന്നെ ഈ ഒരു ഏരിയ, പിന്നെ ഈ ഒരു ഏരിയ. അപ്പോ ഇതിവിടെ ഫസ്റ്റത്തെ കേസിൽ ഇവിടെ എന്താണ്, ലീനിയർ. അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്മോൾ ആണെങ്കിൽ വി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് മീഡിയം ആണെങ്കിൽ വി ഡി എന്ന് പറയുന്നത് സബ് ലീനിയർ ആയിരിക്കും. അല്ല ഇലക്ട്രിക് ഫീൽഡ് ലാർജ് ആണെങ്കിൽ വി ഡി എന്ന് പറഞ്ഞത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ്. പക്ഷെ നമുക്ക് ഈ സബ് ലീനിയർ റീജിയൻ എന്ന് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഈ ഒരു റീജിയനില് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആക്ച്വൽ കേസിൽ എന്താ എടുക്കാറ്, എപ്പോഴും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈ വരയ്ക്കുമ്പോൾ നമ്മൾ അവിടെ 2 കേസ് നമ്മൾ എടുക്കാറുള്ളൂ. അതായത് ലീനിയർ കേസും അവിടുന്ന് പിന്നെ സാച്ചുറേഷൻ കേസും. അതായത് കോൺസ്റ്റന്റ് ആണ്, അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തെന്ന് വെച്ചാല്, ഈ ഒരു റേഞ്ച് എടുത്തെന്ന് വെച്ചാല് നമ്മുടെ ആക്ച്വൽ കേസിൽ എന്താണ്, ആക്ച്വൽ കേസിൽ വി ഡി വേഴ്സസ് ഇലക്ട്രിക് ഫീൽഡ് ഗ്രാഫ് വരച്ചെന്ന് വെച്ചാൽ അവിടെ 2 കേസ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഒന്ന് എന്താണ്, ലീനിയറും, വേറൊന്ന് സാച്ചുറേഷനും. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഹയർ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വരാണെങ്കിൽ അവിടെ എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു വെച്ചാല് കോൺസ്റ്റന്റ് ആയിരിക്കും. അത്ര ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കാം. നമ്മുടെ ഇപ്പൊ മുമ്പത്തെ ഇതില് നമ്മളൊരു ഇക്വേഷൻ നോക്കണം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ, വി ഡി ഫംഗ്ഷൻ ഓഫ് എന്താണെന്നാ പറഞ്ഞ, ഇലക്ട്രിക് ഫീൽഡ് ആണ്, എഫക്റ്റീവ് മാസ് ആണ്, റിലാക്സേഷൻ ടൈം ആണ്. ഇത് 3നും ഡിപ്പെൻഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം എന്താണ്, ദേ കിടക്കുന്നത് എം സ്റ്റാർ, ഇവനാണ് നമ്മുടെ സ്റ്റാർ, എഫക്റ്റീവ് മാസ് ആണ് നമ്മുടെ സ്റ്റാർ. അപ്പൊ ഇവിടെ എന്താണ് കേസ് എന്ന് വെച്ചാൽ, നമുക്ക് വി ഡി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എഫക്റ്റീവ് മാസ് ആണല്ലോ. ഓക്കെ, എഫക്റ്റീവ് മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഇവിടെ വേറൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, എം പി സ്റ്റാർ ഈസ് ഗ്രേറ്റർ ദാൻ എം എൻ സ്റ്റാർ എന്ന് നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, എം പി സ്റ്റാർ ഈസ് ഗ്രേറ്റർ ദാൻ എം എൻ സ്റ്റാർ എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ എങ്ങനെയായിട്ട് വരും, എം പി സ്റ്റാറിന്റെ വാല്യൂ കൂടുതലും എം എൻ സ്റ്റാറിന്റെ വാല്യൂ കുറവാണെങ്കിൽ നേരെ തിരിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ്, ഇ ഡി പി എന്ന് നമുക്ക് ഇതിന് എഴുതി കൂടെ.
നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് മാസ് ആണ്. നമുക്കറിയാവുന്ന കേസ് എന്താണ്? എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് നമുക്കറിയാം. അപ്പോ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട് കേട്ടാ.